ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹിന്ദി ട്രെയിലറായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ ഹിന്ദി പടം ചെയ്യാറില്ല. പിന്നെ ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ പൃഥ്വിരാജ് സുകുമാരൻ ഈ ഒരു സിനിമയിലുണ്ട്. അപ്പൊ അദ്ദേഹം ഇതിനകത്തൊരു വില്ലൻ റോളാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ടീസർ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു വോയിസ് ഓവർ മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. അപ്പം ഇന്നിപ്പോ ട്രെയിലർ വന്നിട്ടുണ്ട്. 3.5 മിനിറ്റ് ഉണ്ട് ഈ ഒരു ട്രെയിലർ. ഇപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് അക്ഷയ് കുമാർ അതുപോലെ തന്നെ ടൈഗർ ഷ്രോഫ് ഒക്കെയാണ് അഭിനയിച്ചേക്കുന്നത്. ഫുള്ള് പക്ക ആക്ഷൻ മൂവി തന്നെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ട്രെയിലർ കണ്ടു നോക്കാം. सबसे खतरनाक दुश्मन वो होता है जिसके अंदर मौत का डर ही ना हो. एक ऐसा दुश्मन जिसका ना नाम हो, ना पहचान और ना चेहरा, जिसका सिर्फ एक लक्ष्य हो, बदला. कौन है तू? प्रलय. आप लोगों की एक कीमती चीज में लेके जा रहा हूं. I hope you don't mind. The package is the most powerful and dangerous weapon ever to be made in this country. दुनिया ने इससे बड़ी जंग अब तक नहीं देखी होगी. 3 दिन है तुम्हारे पास. You need to act now. अगर इस साइकोपैथ को पकड़ना है तो हमें इससे भी बड़े 2 साइकोस की जरूरत पड़ेगी. दिल से सोल्जर, दिमाग से शैतान है हम. बच के रहना हमसे, हिंदुस्तान है हम. मैं नॉर्थ कवर करता, आप ईस्ट संभालो. तू क्यों लीड करेगा? Because I'm the best. एक्सपीरियंस और मैच्योर्ड कौन है? Young और डायनामिक कौन है? पावरफुल एंड परफेक्शनिस्ट कौन है? फास्ट एंड फ्यूरियस कौन है? बड़ा कौन है? इस मिशन में तुम्हारे साथ होंगी कैप्टन मीशा और पैम, आईटी स्पेशलिस्ट और हमारी अंडरकवर एसिड. हमने पैकेज को ट्रैक कर लिया है. वो लंदन में एक अंडरग्राउंड वॉल्ट में है. तुम दोनों ऑर्डर्स क्यों नहीं फॉलो करते? मेरा ईगो मेरे टैलेंट से बड़ा है. उनका सबसे बड़ा टैलेंट ही उनका ईगो है. जो तुमने मेरे साथ किया है, अब उसका हिसाब पूरा हिंदुस्तान देगा. You think you're real heroes? Try and stop me. ये मैदान तेरा जरूर होगा, लेकिन इस खेल के सबसे पुराने खिलाड़ी हम हैं. हमारी रेजिमेंट का नाम है लायंस. और इस रेजिमेंट का सोल्जर जितना जख्मी होता है, उतना ज्यादा खतरनाक होता है. हम बहुत पुराने दोस्त हैं एक दूसरे के लिए जान दे भी सकते हैं और एक दूसरे की जान ले भी सकते हैं. ടൈഗർ ഷ്രോഫ് ഉള്ളതുകൊണ്ട് പറയാണെങ്കിൽ ഫൈറ്റ് കാണാം. നമ്മളെ രാജുവേട്ടന്റെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടി ഇരുന്നായിരുന്നു ഒരു ഹിന്ദി പടത്തില്. പക്ഷെ നടന്നില്ല. ഒരു മാസ്ക് ഒക്കെ വെച്ച് നമ്മളെ പറ്റിച്ച്. അപ്പൊ എന്തായാലും പക്ഷേ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ടോ. വില്ലന് ഭയങ്കരമായിട്ടുള്ള ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹെവി സംഭവമാണ്. ഭയങ്കര ലെങ്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത്. ഇത്രയും സത്യം പറഞ്ഞ ട്രെയിലർ ഇത്രയും ആകരുതല്ലോ. ഒരു 2.5 മിനിറ്റിനകം നിർത്തണം. പക്ഷെ ഇതിനകത്ത് ഒരുപാട് ട്രെയിലർ നമുക്ക് വലിച്ചു നീട്ടിയുള്ള ഫീൽ വന്നു. പക്ഷെ ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. ഇതിനകത്ത് നല്ല സൂപ്പർ ഫൈറ്റ് കാണാൻ വെച്ചാൽ ടൈഗർ ഷ്രോഫ് അദ്ദേഹത്തിന്റെ ഫൈറ്റ് നമുക്ക് അറിയാവുന്നതാണ്. പുള്ളി നല്ല ഫൈറ്റ് ആണ്. അതുപോലെ തന്നെ ചേസിങ് സീക്വൻസ് ഒക്കെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ചേസിങ് ഒക്കെ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ഒരു 350 കോടി ബഡ്ജറ്റാണ് മൂവി എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള വകകളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ സിനിമ എനിക്ക് വന്നൊരു ക്ലീഷേ പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യക്കെതിരെ ഒരാൾ വലിയൊരു എന്തോ സംഭവം ഇറക്കുന്നത്, അതാണ് രാജുവേട്ടൻ. അപ്പൊ അതിനെതിരെ രണ്ട്
ആ മിഷൻ രണ്ടുപേരെ ഏൽപ്പിക്കുക. അതിനകത്ത് ഒരാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ ജൂനിയർ ആയിട്ടുള്ള ഒരാൾ, ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് അവർ തമ്മിലുള്ള ചെറിയ കോംബോ എന്ന് വെച്ചാൽ കുറച്ച് കോമഡി ഇമോഷൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റോറി നല്ലതായ മാത്രം ഇപ്പോഴത്തെ അറിയാലോ, ഇപ്പം ബോളിവുഡിൽ ഒരുപാട് ഭയങ്കര ബഡ്ജറ്റ് പടം വന്നിട്ട് എല്ലാം ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് അദ്ദേഹം ഇപ്പൊ കൈവെക്കുന്ന പടങ്ങളെല്ലാം അത്യാവശ്യം നല്ലതാണ്. അപ്പം ഈ ഒരു സിനിമയിൽ അദ്ദേഹം വില്ലനായിട്ട് വരുന്നു. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി സംഭവം കാണും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ എന്തുവായാലും കുറെ നാളായി അക്ഷയ് കുമാറിന്റെ ഒരു ഇടിവെട്ട് ഒരു ഹിറ്റ് പടം നമ്മൾ കണ്ടിട്ട്. അപ്പം അത് സൂപ്പർ ആയിരിക്കട്ടെ എന്ന് തന്നെ ഏപ്രിൽ 10 ഈ പടം ഈ പടവും നല്ല ഹിറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് ഇല്ല ഇന്ത്യയിൽ മൊത്തവും ഭയങ്കര. ഇപ്പൊ തന്നെ നമുക്കറിയാം ആടുജീവിതം എന്നുള്ള സിനിമയിലൂടെ പുള്ളി വരുന്നുണ്ട്, അത് പാൻ ഇന്ത്യ ലെവലിൽ ഇറങ്ങുന്നുണ്ട്. അപ്പൊ പാൻ ഇന്ത്യയിൽ അത് ശ്രദ്ധിച്ച് അത് നല്ലൊരു നേട്ടം വന്നു. അതിനുശേഷം ഈ ഒരു പടം കൂടെ വന്ന് ഹിറ്റ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പൃഥ്വിരാജ് എന്നുള്ള പേര് ഇന്ത്യയിൽ തന്നെ ഒരു വലിയൊരു ബ്രാൻഡായിട്ട് മാറുന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.